ഹായ് ഹലോ ഫ്രണ്ട്സ്, വെരി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഒരു ഫിഷ് മോളിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫിഷ് മോളി എന്ന് പറയുന്നത് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്, പല റെസ്റ്റോറൻറ്റും. അപ്പോൾ കുറേ പേര് വീട്ടിലൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പത്തിനോടൊക്കെ ഫിഷ് മോളിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫിഷ് മോളി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തയ്യാറാക്കി കഴിച്ചു നോക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നൊരു സാധനം നല്ല മുരിഞ്ഞ പാലപ്പമാണ്. പക്ഷെ എനിക്ക് അബദ്ധവശാൽ ഇന്ന് പാലപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫിഷ് മോളി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാലപ്പം അല്ലെങ്കിൽ അപ്പം അത് മസ്റ്റാണ്. അപ്പം പല സ്ഥലത്ത് പല പേരിൽ പല സംഭവം ഒന്ന് തന്നെയാണ് നമ്മുടെ അപ്പം അല്ലെങ്കിൽ അപ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഫിഷ് മോളി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അപ്പം മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അത് ഈ നല്ല മുരുമുരാതിരിക്കുന്ന നമ്മുടെ പാലപ്പത്തിന്റെ കൂടെയാണ് നമ്മുടെ ഫിഷ് മോളിയുടെ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫിഷ് മോളി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞത് നമ്മൾ പച്ചമുളകുണ്ട്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ സവാള, കുടംപുളി, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ട് നാളികേരത്തിൻ്റെ നല്ല കട്ടിയുള്ള പാലാണ്, ഒന്നാം പാല്. പിന്നെ നമുക്ക് കാന്താരി മുളകുണ്ട്, അല്ലെങ്കിൽ പാൽമുളക് നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് ഉലുവ, ഏലയ്ക്ക. ഇതാണ് നമ്മുടെ ഫിഷ് കഴുകി കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ കാന്താരി മുളക് അല്ലെങ്കിൽ നമ്മുടെ പാൽമുളക് നമുക്കൊന്ന് അരച്ചെടുക്കാം. മുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുളക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുളക് അരച്ചെടുത്തിട്ടുണ്ട്. മുളക് അരയ്ക്കാതെ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും മാത്രം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, അത് ഇഷ്ടപ്പെടത്തില്ല, എരിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ മുളക് അരച്ചെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി എന്താ പറയുക, നമ്മുടെ മുളകിൻ്റെ പേസ്റ്റാണ്. അതായത് നമ്മളെ ചുമന്ന മുളക് പൊടി, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാതെ നമ്മൾ സാധാരണ മുളക് പൊടിയാണെങ്കിലും ഇച്ചിരി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് കളർ റെഡ് കളർ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മലയാളികൾക്ക് ഒരു പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തോ ഒരു മാതിരി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫിഷിലേക്ക് നമ്മുടെ ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുളക് പൊടി, നമുക്ക് മുളക് പൊടിയുടെ ആവശ്യം വേണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്ക് ഇച്ചിരി റെഡ് കളർ നമുക്ക് ഫിഷ് ഫ്രൈക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിനൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കാന്താരി മുളക് അരച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ആ വയറിൻ്റെ ആ ഭാഗത്തേക്ക് മസാലയൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പം നല്ല മുരിയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളിലൊക്കെ. അപ്പം നമുക്ക് ബാക്കി ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ 3 ഫിഷ് നമ്മൾ എടുക്കുന്നുള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നമുക്ക് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ വിടവിലൊക്കെ നമ്മുടെ മസാലയൊക്കെ തേർച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റിനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റെഫ്രിജറേറ്ററിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുറമേ വെച്ചാലും മതി. ഞാൻ മസാലയ്ക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ ആയിക്കോട്ടെ തരുതി ഫ്രിഡ്ജിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലാകുമ്പോഴത്തേനും മീനിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. അപ്പം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ഒരുപാട് വേകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗ്രേവിയിൽ കിടന്നത് കുക്കാവും. എന്നാലും നമ്മൾ ഗ്രേവിയിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ സാധാരണ ഫിഷ് കറി വെക്കും പോലെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി ഒന്ന് വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് ഡയറക്റ്റായിട്ട് നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോൾ ആ മോളിയുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, പൊടിഞ്ഞു പോകാതെ അതിൻ്റെ മാംസമൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല രീതിയിൽ ഉണ്ടോ, നല്ല പുറമേയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം, ഒരു സോസറിലേക്ക് മാറ്റാം. ട്രേ എന്ന് പറഞ്ഞ് നമുക്ക് സോസറിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഈ മസാല പൊടിയൊന്നും കളയേണ്ട, നമുക്കതൊക്കെ ഗ്രേവിയിൽ യൂസ് ചെയ്യാൻ, കാരണം നല്ല മുരിഞ്ഞ മസാലയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വേണ്ടാത്തവർക്കുണ്ടെങ്കിൽ പുതിയ ഓയിൽ ഉപയോഗിക്കും. ഞാൻ അത് യൂസ് ചെയ്യുന്ന ആ ഓയിൽ നല്ല ഫിഷ് വറുത്തതിൻ്റെ ആ മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പം നമുക്കതിലേക്ക് ഇച്ചിരി കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും, കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ എണ്ണയെ കടന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ അങ്ങനെ ഓരോ നാരായിട്ട് വിടും. പെട്ടെന്ന് കുക്കായി കിട്ടാൻ ഈസി ആയിരിക്കും. നമ്മൾ സവാള അധികം വെന്ത് എന്താ പറയുക, അപ്പോൾ നമ്മുടെ സവാള അധികം വെന്ത് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ആദ്യം ഇടാത്ത കരിഞ്ഞു പോകുന്ന കരുതിയിട്ടാണ് ഇടാത്ത. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏലക്കയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും, അതായത് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഞാനൊരു 4 പച്ചമുളക് എടുത്തേക്കുന്നത്. എരിയുടെ അനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവോ പച്ചമുളക് ചേർത്ത്. ഇപ്പം നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിട്ട് 4 എടുത്തേക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലുള്ളതാണ്, അപ്പോൾ നമുക്കറിയാം നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് ആ ഒരു പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ബാക്കി ഓയിലിൽ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ടൊമാറ്റോ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നമ്മളെ ഗ്രേവി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത്തെ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൊമാറ്റോ മോളിയിലിട്ടിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ അവിടെ നിന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ മോളിയുടെ ഗ്രേവിക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ നാളികേരത്തിൻ്റെ 2ാം പാലായാലും മതി. ഇതിപ്പോൾ ഞാൻ 2ാം പാൽ എടുക്കുന്നില്ല, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലൊന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കുടംപുളി 2 പീസ് ഇട്ട് കൊടുത്താൽ അധികം പുളി വേണ്ട. കാരണം ഇതിൻ്റെ ഒരു ചെറിയ മധുരവും എരിയും പുളിയും ഇതെല്ലാമാണ് ഫിഷ് മോളിയുടെ ഒരു ബാലൻസിങ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് 1ാം പാലാണ്, നമ്മൾ നാളികേരത്തിൻ്റെ 1ാം പാലാണ് ഒഴിച്ചേക്കുന്നത്. അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ നാളികേരത്തിൻ്റെ ആ പാലിൻ്റെ ഒരു ചെറിയ രുചി, പിന്നെ പുളി, പച്ചമുളകിൻ്റെ എരി, ഇതെല്ലാം ഒരു ബാലൻസ് ഇതിൽ വരുമ്പോഴാണ് നമ്മുടെ ഫിഷ് മോളിക്ക് ഒരു ഗുമ്മുണ്ടാവുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് തിള വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ തിള വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിള വന്നിട്ടുണ്ട്, നമ്മൾ ഫിഷ് ഇടുന്നുണ്ട്. ഞാനപ്പോൾ ഒരു കരിഞ്ഞ മസാലയൊന്നും മുരിഞ്ഞു വന്ന മസാലയൊന്നും കളയാതെ നമ്മുടെ ഫിഷ് മോളിക്കകത്ത് തന്നെ ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൊടുക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ഇനി സ്പൂൺ ഉപയോഗിച്ചാൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർക്കുമ്പോൾ നമ്മൾ ഫിഷ് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുക. ഇനി നമ്മൾ ചട്ടി ചുറ്റിച്ചേ എടുക്കുക, കാരണം നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കരുത്. കാരണം ഇതേപോലെ നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, എന്തായാലും ഒരു ഭംഗിയും പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, സ്പൂൺ ഉപയോഗിക്കേണ്ട. ആ ഗ്രേവി നല്ല കുറുകിയ ഗ്രേവിയാണ് നമ്മുടെ ഫിഷ് മോളിക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക.
എടുക്കുമ്പോഴും നമ്മുടെ ചട്ടി ചുറ്റിച്ച് തന്നെ എടുക്കണം. സ്പൂൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. ചട്ടി ചുറ്റിച്ച് തന്നെ നമ്മൾ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നത് വരയ്ക്കും നമുക്കിതേപോലെ തന്നെ തുറന്ന് വെച്ച് വേവിക്കുക. അടച്ച് വെക്കണ്ട, കാരണം ഓൾറെഡി ഫിഷ് കുക്ക്ഡാണ്. അപ്പോൾ പിന്നെ ചെറിയൊരു ടൈം മതി ഫിഷ് കുക്കായി വരാനായിട്ട്. കണ്ടോ, ഇപ്പം നമ്മൾ ആ ഗ്രേവിയൊക്കെ ആയി വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചാൽ നമ്മുടെ കറി സൂപ്പറാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ സംഭവം കിഡുമായിരിക്കും. ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, കാരണം ഓയിൽ ഒരുപാട് വേണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് അടച്ച് വെക്കാം. ഓക്കെ, നമ്മൾ അടച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവ് ചെയ്ത് നോക്കാം. നമ്മൾ ചാറൊക്കെ നല്ല കുറുകി നല്ല അടിപൊളി ഫിഷ് മോളി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ പപ്പമില്ല, അപ്പോൾ നമ്മൾ പൊറോട്ടയാണ് എടുത്തത്. നല്ല മുരിഞ്ഞ പൊറോട്ട, നമ്മളെ ഫിഷ് മോളി, പിന്നെ സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബീഫ് വാഴയിലയിലൊന്ന് വെറുതെ ഒന്ന് പൊള്ളിച്ചത്, ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് കരുതി നമ്മൾ ബീഫ് വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അത് ഒരു ഫിഷിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് നമ്മുടെ പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ച് ഇച്ചിരി ഗ്രേവി ഒഴിക്കുക. നമ്മുടെ ഗ്രേവി ഇങ്ങനെ ഒഴിക്കുക. ഒരു തക്കാളി വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് ഒരു തക്കാളിയും കൂടെ ഇരുന്നോട്ടെ പൊളിച്ച് കണ്ട. അടിപൊളി അടിപൊളി. അപ്പോൾ ഇതൊന്ന് കൂട്ടി നമ്മൾ ചൂട് പൊറോട്ടയും നമ്മുടെ ഫിഷ് മോളിയും പിന്നെ ഇടയ്ക്ക് 2 ബീഫിൻ്റെ പീസും കൂടെ ആയ അടിപൊളി. ഒരു ചൂട് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ച്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഫിഷ് മോളി വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും സെർവ് ചെയ്യുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.